നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. മാബിൾ ലാൻഡ്, തിരൂർ ചങ്ങരംകുളം. സംസ്ഥാനത്ത് UDID കാർഡ് ലഭ്യമാക്കുന്നതിനുള്ള രണ്ടാം ഘട്ട ക്യാമ്പയിൻ തന്മുദ്രയുടെ ഭാഗമായി നടത്തുന്ന ഭിന്നശേഷി സർവേക്ക് താനൂരിൽ തുടക്കമായി. ഇത്തരത്തിൽ സർവേ നടത്തുന്ന സംസ്ഥാനത്തെ ആദ്യ നഗരസഭയാണ് താനൂർ. തന്മുദ്ര സമഗ്ര ഭിന്നശേഷി സർവേയുടെയും UDID രജിസ്ട്രേഷന്റെയും ഉദ്ഘാടനം തിരൂർ സബ് കളക്ടർ സച്ചിൻ കുമാർ യാദവ് നിർവഹിച്ചു. സംസ്ഥാനത്ത് UDID കാർഡ് ലഭ്യമാക്കുന്നതിനുള്ള രണ്ടാം ഘട്ട ക്യാമ്പയിൻ തന്മുദ്രയുടെ ഭാഗമായി നടത്തുന്ന ഭിന്നശേഷി സർവേക്ക് താനൂരിൽ തുടക്കമായി. ഇത്തരത്തിൽ സർവേ നടത്തുന്ന സംസ്ഥാനത്തെ ആദ്യ നഗരസഭയാണ് താനൂർ. തന്മുദ്ര സമഗ്ര ഭിന്നശേഷി സർവേയുടെയും UDID രജിസ്ട്രേഷന്റെയും ഉദ്ഘാടനം തിരൂർ സബ് കളക്ടർ സച്ചിൻ കുമാർ യാദവ് നിർവഹിച്ചു. അതുമായി ബന്ധപ്പെട്ട നമ്മുടെ താനൂർ മുനിസിപ്പാലിറ്റിയാണ് നമ്മുടെ സംസ്ഥാനത്തിൽ ഫസ്റ്റ് മുനിസിപ്പാലിറ്റി. ഇവിടെ ഇത് പൈലറ്റ് പ്രോജക്റ്റാണ്. അതിനു വേണ്ടി ഞാൻ മുനിസിപ്പാലിറ്റിനെ डिस्ट्रिक्ट कोऑर्डिनेटर सोशल सिक्योरिटी मिशन ജിഷുവിനെ, ബാക്കി അംഗൻവാടി വർക്കർമാർ, NSS വോളണ്ടിയേഴ്സിനെ ആശംസകൾ നേരുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട പദ്ധതിയാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഭിന്നശേഷിക്കാർക്കാണ് നമ്മുടെ സമൂഹത്തിൽ. പരിയാപുരം GLP സ്കൂളിൽ വച്ച് നടന്ന ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ CK സുബൈദ അധ്യക്ഷത വഹിച്ചു. താനൂർ നഗരസഭയുടെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ കാഴ്ചപരിമിതർക്കുള്ള ലാപ്ടോപ്പ് വിതരണം നഗരസഭാ ചെയർമാൻ PP ഷംസുദ്ദീൻ നിർവഹിച്ചു. ക്ഷമയുള്ള എന്നാൽ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന 2 പദ്ധതികൾക്കാണ് ഇവിടെ ഇന്ന് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഒന്ന്, UDID കാർഡിൻ്റെ സംസ്ഥാന തലത്തിലെ ആദ്യ സർവേ ആരംഭിക്കുന്നത് അതൊരു പൈലറ്റ് പ്രോഗ്രാം എന്ന രീതിയിൽ താനൂർ നഗരസഭയിലാണ്. താനൂർ നഗരസഭയിൽ നിലവിലുള്ള കണക്കനുസരിച്ച് 1754 പേര് ഭിന്നശേഷിക്കാരായിട്ടുണ്ട്. അവരെ പൊതുവായ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ അവിടെ എല്ലാ രേഖകളും അതിലടങ്ങുകയും അതിലൊരു യൂണിക് ID എന്നുള്ള രീതിയിലേക്ക് തീരുമാനമെടുക്കുകയും ചെയ്ത സംവിധാനമാണ് UDID കാർഡ്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം, അതിൻ്റെ സർവേയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് പ്രിയപ്പെട്ട സബ് കളക്ടർ ഇതിൽ അടയാളപ്പെടുത്തുന്നതിന് വേണ്ടി, ഇങ്ങനെ ഒരു ദൗത്യത്തിന് വേണ്ടി മുന്നിട്ട് നിൽക്കുമ്പോൾ അതിനെ സഹായിക്കുന്നതിന് വേണ്ടി എൻ്റെ അംഗൻവാടി വർക്കർമാർക്കൊപ്പം ചേർന്ന് എല്ലാ ഡിവിഷനുകളിലെയും ഫീൽഡിൽ ചെന്ന ആ വിവരങ്ങളൊക്കെ ശേഖരിച്ച് അത് കുറ്റമറ്റ രീതിയിലാക്കിയിട്ട് നഗരസഭയ്ക്ക് സമർപ്പിക്കപ്പെടുകയാണ്. അങ്ങനെ ഒരു ദൗത്യത്തിനാണ് നിങ്ങളിന്ന് ഞങ്ങളോടൊപ്പം ചേർന്നിട്ടുള്ളത്. അപ്പോൾ വലിയ സന്തോഷമുണ്ട്. നഗരസഭയിലെ കാഴ്ചപരിമിതരായ 8 വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പ് വിതരണം ചെയ്തത്. രാജ്യത്തെ എല്ലാ ഭിന്നശേഷിക്കാർക്കും മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഏകീകൃത തിരിച്ചറിയൽ കാർഡും എല്ലാവിധ ആനുകൂല്യങ്ങളും ലഭ്യമാക്കുന്നതിനുള്ള രേഖയാണ് UDID കാർഡ്. സ്വാവലംബൻ പോർട്ടൽ വഴിയാണ് കാർഡിനായി രജിസ്റ്റർ ചെയ്യേണ്ടത്. ജില്ലയിൽ ഇതുവരെ 65% ഭിന്നശേഷിക്കാർ മാത്രമേ കേന്ദ്ര സർക്കാരിന്റെ സ്വാവലംബൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. ബാക്കി 35% ഭിന്നശേഷിക്കാർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഏകീകൃത തിരിച്ചറിയൽ കാർഡും ലഭ്യമാക്കുന്നതിന് വേണ്ടി അംഗൻവാടികൾ കേന്ദ്രീകരിച്ച് NSS വളണ്ടിയർമാരുടെ സഹായത്തോടെയാണ് സർവേകൾ സംഘടിപ്പിക്കുന്നത്. തിരൂർ SSM പോളിടെക്നിക് കോളേജ്, വേങ്ങര മലബാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, താനൂർ ഗവൺമെന്റ് കോളേജ്, ചേറൂർ PPTM ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്നീ കോളേജുകളിലെ NSS വളണ്ടിയർമാരുടെ സഹകരണത്തോടെയാണ് താനൂർ നഗരസഭയിൽ ഭിന്നശേഷിക്കാരുടെ സർവേ നടത്തുന്നത്. ചടങ്ങിൽ നഗരസഭാ കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ, അംഗനവാടി പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. താനൂർ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CP ഫാത്തിമ സ്വാഗതവും ICDS സൂപ്പർവൈസർ ഷിഫ നന്ദിയും പറഞ്ഞു. TVN ന്യൂസ്, താനൂർ. എന്നാലും ഗൾഫിലിരുന്നുകൊണ്ട് നീ വീട് ഇത്രയും ഭംഗിയാക്കുമെന്ന് വിചാരിച്ചില്ല. ഇവൾക്ക് അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ. ഞാൻ ഈ വീട് പണിയുടെ ടെൻഷനൊന്നും അറിഞ്ഞിട്ടേ ഇല്ല. ഇവളുടെ ഐഡിയക്ക് ചെയ്തതല്ല. എന്നാലും ഈ ഫ്ലോറിങ്ങും സാനിറ്ററി വെയറും ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് അതിനെന്താ, ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ. അവിടെയാണെങ്കിൽ 2-3 നിലയിൽ ഫ്ലോറിങ്ങിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും.
പിന്നെ എന്തിനാ നമ്മൾ ഈ വീട് പണിയുടെ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ നിൽക്കുന്നത്? മാബിൾ ലാൻഡ്, തിരൂർ ചങ്ങരംകുളം.